ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ച് നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങളെ ചീറ്റ് ചെയ്ത് ചതിച്ച് കടന്നു പോയിരിക്കുന്ന ഒരു വ്യക്തി, നിങ്ങൾ അത്രത്തോളം എഫേർട്ട് എടുത്ത് അത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി നിന്നിട്ടും നിങ്ങളെ വേദനിപ്പിച്ച് പോയ ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ അവർ മുന്നോട്ടേക്ക് എന്തെങ്കിലും കർമ്മ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ കൂടിയാണ്. അതായത് നിങ്ങളെ വേദനിപ്പിച്ച് പോയ പേഴ്സൺ അതിൻ്റെതായ കർമ്മ അനുഭവിക്കുമോ എന്നുള്ള ഒരു ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ചിലവരുടെയെങ്കിലും മനസ്സിലുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ എന്താണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്നുള്ളതും, അതുപോലെ അവർ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ടോ, അതോ അവർ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റിലൂടെയാണോ പോകുന്നത്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണോ, ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്, അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് അതിലൂടെ. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് എടുത്തു നോക്കാം. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റിയും അതുപോലെ തന്നെ നല്ലൊരു ഗൈഡൻസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സ്നേഹിക്കുന്ന പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. അവരിൽ എന്തെങ്കിലും ഒരു കുറ്റബോധമോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. അതോടൊപ്പം അവർ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും കൂടിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Empress, Hierophant, Knight of Cups, Strength, Five of Cups, Three of Cups, Knight of Swords, Eight of Swords, Hanged Man, Moon Energy, Six of Swords, Hermit, Tower Energy, Seven of Swords, Three of Swords, Judgment, Four of Swords. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡില് ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എടുത്തിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി, അതായത് നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ച്, അതായത് മനഃപൂർവ്വം തന്നെ, അതായത് സാഹചര്യം കൊണ്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോയവരല്ല, നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ നൽകി നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുന്ന ഒരു പേഴ്സൺ, അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസും അതുപോലെ തന്നെ അവർ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി ഈ ഒരു സ്പ്രെഡിൽ പറയുകയാണെങ്കിൽ അവർ മാനസികപരമായിട്ട് ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്ന അവസ്ഥയായിട്ടാണ് കാണുന്നത്. ലൈഫിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജ് കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റക്നെസ് എന്ന് പറയുമ്പോൾ മുന്നോട്ടേക്കോ പുറകോട്ടേക്കോ പോകാത്തൊരവസ്ഥ, നിങ്ങളിൽ നിന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് മാറിപ്പോയിരിക്കുന്ന വ്യക്തികളാണ്. നിങ്ങൾ ഒരു രീതിയിലും വേണ്ട എന്നുള്ള രീതിക്ക് നിങ്ങൾ ചിലപ്പോൾ ചേസ് ചെയ്ത് അവരുടെ പുറകെ പോയപ്പോൾ അവർ അതിനേക്കാൾ സ്പീഡിൽ ഒരു രീതിക്കും നിങ്ങളിലേക്ക് ഇമോഷൻസോ കാര്യങ്ങളോ ഒന്നും എക്സ്പ്രസ് ചെയ്യാതെ, അല്ലെങ്കിൽ നിങ്ങളോട് അത്രത്തോളം ദേഷ്യവും കാര്യങ്ങളൊക്കെ കാണിച്ച് നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് ചിലപ്പോൾ നിങ്ങളെ ബ്ലെയിം ചെയ്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ മാറിപ്പോയിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കാണാനായിട്ട് സാധിക്കുന്നത് ഇവരിപ്പോൾ ലൈഫിൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയും അതോടൊപ്പം ഒരുപാട് ഓവർ തിങ്കിങ്, ആവശ്യത്തിനും അനാവശ്യത്തിനും ചിന്തിച്ചു കൂട്ടി വളരെ ഭയപ്പാടോടുകൂടി തന്റെ ലൈഫിനെ സമീപിക്കുന്ന ഒരവസ്ഥ. മാനസികപരമായിട്ടാണെന്നുണ്ടെങ്കിലും ശാരീരികപരമായിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെയധികം എനർജി ലോയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ത്രീ ഓഫ് സോഴ്സിന്റെ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ഹൃദയത്തിനെ ആഴത്തിൽ വേദനിപ്പിക്കുന്ന എന്തോ ഒരു വലിയ പ്രശ്നം അത് ഇവർ നേരിട്ടിട്ടുണ്ട്. നമുക്കൊരു ടവർ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഡയറക്റ്റ് തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത്
കർമ്മ തന്നെയാണ്. അപ്പൊ നിങ്ങളെ നിങ്ങൾക്കൊരു വലിയ രീതിയിലുള്ള പെയിൻ തന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഒരു ചതിയുടെ പടുകുഴിയിലേക്ക് ഇട്ടിട്ട് പോയൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലർക്കെങ്കിലും ഡൗട്ട് തോന്നുന്ന ഒരു കാര്യമാണ്, നിങ്ങളെ വേദനിപ്പിച്ച് പോയൊരു വ്യക്തി കർമ്മ അനുഭവിക്കുമോ എന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്കാണ്. അനുഭവിക്കും എന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട്, ചിലവർക്ക് ആ ഒരു ഡൗട്ട്സ് കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് കാര്യങ്ങളൊക്കെ തോന്നാനുള്ള റീസൺ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ ചിലപ്പോൾ വേദനയിൽ നിൽക്കുന്നവരായിരിക്കും. പ്രത്യേകിച്ച് കാര്യമായ മാറ്റങ്ങളൊന്നും കാണിക്കുന്നുമില്ല. ഇവരാണെന്നുണ്ടെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് ചിലപ്പോൾ മുന്നോട്ടേക്കും പോകുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് വന്നിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഈ ഒരു വേദന മറക്കാൻ ശ്രമിച്ച് ഇനിയിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റിലേക്ക് മാറിയാലും കാലം എന്ന് പറയുന്ന ഒരു കാര്യം അത് അതിൻ്റെതായ ഒരു സമയത്ത് അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതിനുള്ള ഒരു ഉദാഹരണം തന്നെയാണ് ഈ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ചിലപ്പോൾ അത്രയും ഹാപ്പിനെസ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക്, ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളുടേതായ ഒരു സ്ട്രെങ്ത്തിലേക്ക്, നിങ്ങളുടേതായ ഹാപ്പിനെസ് സ്റ്റേജിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസ് പൂർണ്ണമായും ലെറ്റ് ഗോ ചെയ്ത് പോയിട്ടും ഉണ്ടായിരിക്കാം. എങ്കിലും ചിലപ്പോൾ ഇടയ്ക്ക് നിങ്ങൾ ഓർക്കുന്നൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും ഏത് സാഹചര്യത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ മറന്നാലും കാലം മറക്കില്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ ഇവിടെ ആഗ്രഹിച്ചൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ വ്യക്തിയിൽ അപ്രതീക്ഷിതമായിട്ട് അവർക്ക് ലഭിച്ചിരിക്കുന്ന എന്തോ ഒരു തിരിച്ചടി അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ ഏറ്റവും മുറിവേൽപ്പിക്കുന്ന എന്തോ ഒരു പ്രശ്നം അത് അവരുടെ ജീവിതത്തിൽ ഇപ്പൊ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് കൊണ്ട് തന്നെ സ്വന്തം ജീവിതത്തിൽ തന്നെ ഒരു നീതി ലഭിക്കണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹത്തിലേക്കാണ് ഇവരിപ്പോ വന്ന് നിൽക്കുന്നത്. തീർത്തും ഒരു ഭയങ്കര കുറ്റബോധം ഇവരെ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ഓർക്കുന്നുണ്ടോ എന്ന് നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ഇവർ ഓർക്കുന്നുണ്ട്. ഇവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു വലിയ രീതിയിലുള്ള പെയിൻ കാര്യങ്ങളൊക്കെ ഇവർ നേരിടുന്ന സാഹചര്യത്തിൽ ആദ്യമേ തന്നെ അവരുടെ മനസ്സിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഓർമ്മകൾ തന്നെയാണ്. അതുപോലെ ഇവിടെ ജസ്റ്റിസ് എനർജി എന്ന് പറയുമ്പോൾ അവിടെ ഒരു നീതിയും ന്യായവും നടപ്പിലാകുന്ന ഒരു സ്റ്റേജ് ആണ്. നിങ്ങളിലേക്ക് നീതി നൽകാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നീതിക്കും അർഹതയില്ല എന്നുള്ള രീതിക്ക് വരുത്തി തീർത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തിരിച്ചറിവുകളിലൂടെയാണ് അവർ മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യങ്ങളായിട്ട് റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റേജ് ആണ്. ഇതൊരു പ്രസന്റ് സിറ്റുവേഷൻ ആയിട്ടാണ് കിട്ടുന്നത്. ഇവരൊരു പെയിൻ കഴിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ അങ്ങനെയല്ല, അവരുടെ ആ ഒരു സ്റ്റേജ് ഇതിൽ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥകൾ. ഇമോഷൻസ് ഒക്കെ നല്ല രീതിക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പാടുപെടുന്നുണ്ട്. ഇമോഷൻസ് കൺട്രോൾ ചെയ്യാന്ന് പറയുമ്പോൾ ചുറ്റിനും നിൽക്കുന്നവരാരും അവരിപ്പോ തളർന്നു നിൽക്കുന്ന സ്റ്റേജ് ആണ് എന്നുള്ളത് അറിയാത്ത രീതിയിൽ നല്ല രീതിക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ എങ്ങനെയെങ്കിലൊക്കെ ജീവിതത്തിൽ എല്ലാം എത്തിപ്പിടിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലൂടെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവർക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് നിങ്ങളുടെ ഓർമ്മകൾ വരുന്നുണ്ട്. അതോടൊപ്പം വലിയ രീതിക്ക് കുറ്റബോധം തോന്നുന്നുണ്ട്. ചെയ്തത് തെറ്റാണെന്നുള്ള മനസ്സിലാക്കൽ എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും അവർ ഒരു സൈഡ് കൊണ്ട് അവരുടെ സ്ട്രെങ്ത് വീണ്ടെടുക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇവർക്ക് നല്ലൊരു വിൽ പവർ ഉള്ള വ്യക്തികൾ തന്നെയാണ്. അപ്പൊ അവരുടെ കറന്റ് സിറ്റുവേഷൻ നോക്കുമ്പോൾ തകർന്നു പോയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി മാക്സിമം എഫേർട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും മനസ്സിങ്ങനെ കാലിടറി പോകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് പോലെ ഒരു സമയത്ത് നന്നായിട്ട് എഫേർട്ട് എടുത്ത് മുന്നോട്ടേക്ക് വരും. പക്ഷെ വീണ്ടും അവർ ഡൗൺ ആയിട്ട് ബാക്കിലേക്ക് പോകും. കാരണം അവർ ചെയ്യാൻ എന്താണോ ശ്രമിക്കുന്നത് അതിൽ അവർക്കൊരു വിജയം നേടാനായിട്ട് സാധിക്കുന്നില്ല. അവർക്ക് അങ്ങനെ ഒരു വിജയം നേടണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു നീതി നൽകാതെ ഒരിക്കലും അത് സാധ്യമായ ഒരു കാര്യമല്ല. കാരണം ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്നത് യൂണിവേഴ്സ് ആണ്. അത് കർമ്മയുടെ രൂപത്തിലാണെന്നുണ്ടെങ്കിലും യൂണിവേഴ്സലിന്റെ മദറിന്റെ രൂപത്തിലാണെന്നുണ്ടെങ്കിലും അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന അല്ലെങ്കിൽ നിങ്ങളുടെ വേദന, നിങ്ങളുടെ മനസ്സുരുകിയുള്ള ആ ഒരു തീരാ വേദനയ്ക്ക് ഇവിടെ ഒരു ഉത്തരമാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇവര് വളരെയധികം ഭയത്തോടു കൂടിയാണ് ഇപ്പൊ സ്വന്തം ജീവിതത്തെ തന്നെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് മനസ്സിലാകുന്നുണ്ട് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഇവർ പൂർണ്ണമാക്കാതിരുന്നതിന്റെ അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു റിലേഷൻഷിപ്പിന് അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിപ്പോ ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെന്നുണ്ടെങ്കിലും
നിങ്ങൾ ചിലപ്പോൾ ഹസ്ബൻഡ് ആയിരിക്കാം, വൈഫ് ആയിരിക്കാം, ഒരു ലവർ ആയിരിക്കാം, എന്ത് ബന്ധമാണെന്നുണ്ടെങ്കിലും അതിനോടൊരു ആത്മാർത്ഥത പുലർത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ആ ഒരു കാര്യങ്ങൾ ഇവർ പൂർണ്ണമായിട്ടും ചെയ്തിട്ടില്ല. അതിവർക്ക് മനസ്സിലാക്കല് കാര്യങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനെയൊക്കെ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഒരു ഭയം ഇവരെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട്. ഭയത്തോടൊപ്പം വല്ലാത്തൊരു കുറ്റബോധം കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ വല്ലാത്ത രീതിയിലൊരു നഷ്ടബോധവും തോന്നുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഒരു ഡിപ്രഷൻ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഡിപ്രഷൻ അവസ്ഥ എന്ന് പറയുമ്പോൾ ചില വ്യക്തികളുടെ സാഹചര്യം ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു മെഡിക്കൽ പോലുള്ള കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വന്നേക്കാം. കാരണം പൂർണ്ണമായിട്ടും എനർജി ലോ ആകുന്നുണ്ട്. ഇപ്പൊ അവരുടെ ചുറ്റിനും ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും അവർക്ക് സമ്പത്ത് ഉണ്ടായിരിക്കാം, ഫാമിലി ഉണ്ടായിരിക്കാം, ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, ആരൊക്കെ അവരുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാവരും അവരിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുന്ന സ്റ്റേജ് ആണ്. അവരിലേക്ക് ആരും നോക്കുന്നില്ല. അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാനായിട്ട് ആരും ശ്രമിക്കുന്നില്ല. അപ്പൊ അത് ഒരു പക്ഷേ കുറെയൊക്കെ കറക്റ്റ് ആയിരിക്കാം, കുറെയൊക്കെ ഇവരുടെ ഒരു രീതികൾ അല്ലെങ്കിൽ ഇവരുടെ ഒരു ബിഹേവിയർ കൊണ്ട് ഇവർ വരുത്തി വെച്ചിരിക്കുന്ന വിന തന്നെയാണ്. ഇവർക്ക് എന്ന് പറയുന്നത് ഇവരുടെ കാര്യമാണ് ഏറ്റവും ഫസ്റ്റ്. എന്ത് ചെയ്തിട്ടാണെങ്കിലും സ്വന്തം കാര്യങ്ങൾ നേടണം എന്നുള്ളൊരു മെന്റാലിറ്റി ആണ്. അപ്പൊ ഒരു പരിധി വരെ എല്ലാവരും അതിന് കൂടെ നിൽക്കും. ഒരു പരിധി കഴിയുമ്പോൾ എല്ലാവരും അങ്ങനെ അവരുടേതായ ലൈഫിനാണ് പ്രാധാന്യം എന്നുള്ള രീതിയിൽ ചിന്തിച്ച് മാറിപ്പോകും. നിങ്ങളായിരിക്കാം ചിലപ്പോൾ ഇത് അത്രയും സ്നേഹിക്കുന്ന ഒരു പാർട്ട്ണർ ആയിരിക്കുള്ളൂ എപ്പോഴും കൂടെ ഉണ്ടാവുള്ളൂ. അതിവര് മനസ്സിലാക്കാൻ കുറച്ചധികം വൈകി പോയിട്ടുണ്ട്. ഇപ്പൊ ഇവര് മനസ്സിലാക്കുന്നുണ്ട്. ഇവര് കാലുകൊണ്ട് ചവിട്ടി എറിഞ്ഞത് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കളഞ്ഞത് അവരുടെ ലൈഫിന്റെ ഒരു സ്ട്രെങ്ത് തന്നെ ആയിരുന്നു എന്നുള്ളത് ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നുണ്ട്. അവര് ചെയ്ത കാര്യങ്ങളെല്ലാം തിരിച്ചറിവിന്റെ ഒരു പാതയിലൂടെയാണ് ഇവരിപ്പോ മുന്നോട്ടേക്ക് പോകുന്നത്. ചെയ്തു പോയിരിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹവും വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത് അവരുടെ intuition ഒക്കെ നന്നായിട്ട് work ചെയ്യുന്നുണ്ട്. intuition work ചെയ്യുക എന്ന് പറയുമ്പോൾ നിലവിൽ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങള് സ്വയമേ താൻ കൊടുത്തു വാങ്ങിച്ചതാണ്. അല്ലെങ്കിൽ അവർ എന്താണോ നിങ്ങളിലേക്ക് തൊടുത്തു വിട്ടത് അത് അവരിലേക്ക് തന്നെ ആ ഒരു ഇൻട്രസ്റ്റോട് കൂടി തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. അത് നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഇവർക്ക് കാര്യം അറിയാതെ നിൽക്കുന്ന സ്റ്റേജ് അല്ല, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജ് തന്നെയാണ്. അപ്പൊ ആ ഒരു ലോസ് ആക്കിയിരിക്കുന്ന ഇത് നഷ്ടപ്പെടുത്തി കളഞ്ഞത് തന്റെ ഒരു അബദ്ധമാണെന്നുള്ളത് മനസ്സിലാക്കുകയും അതോടൊപ്പം അവര് ഫേസ് ചെയ്യുന്ന ഈ ഒരു സിറ്റുവേഷൻസിലൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. വളരെയധികം പാനിക് ആവുന്നുണ്ട് പല സമയത്ത്. വല്ലാത്തൊരു ഭയം ഇങ്ങനെ കീഴ്പ്പെടുത്തുന്ന ഒരു അവസ്ഥ. മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ്. നല്ല രീതിക്ക് ഒരു കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ കാര്യങ്ങളും വൃത്തിക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി. അവരുടെ എല്ലാ കാര്യങ്ങളിലും വളരെ ഒരു അടുക്കും ചിട്ടയും ഒക്കെ ഉള്ള ഒരു person ആയിരുന്നു. കാര്യം അവര് സ്വാർത്ഥത കാര്യങ്ങളൊക്കെ നോക്കുമെങ്കിലും എല്ലാ കാര്യങ്ങളിലും വളരെയധികം ഒരു അടുക്ക് ചിട്ട എല്ലാം correct ആയിട്ട് ചെയ്യണം അങ്ങനെയൊക്കെ ഒരു mentality ആണ്. എന്നാൽ ഇപ്പൊ completely disorder ആണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് hide ചെയ്തിട്ടുണ്ട്. ഒരു genuinity യോട് കൂടി അല്ല നിങ്ങളുടെ ബന്ധത്തിൽ ഇവർ പ്രവർത്തിച്ചതെന്ന് പറയുമ്പോൾ എല്ലാ കാലവും അല്ല. ആദ്യ സമയങ്ങളിലൊക്കെ നിങ്ങളുടെ ബന്ധവും ചിലപ്പോൾ നല്ല രീതിക്ക് തന്നെയായിരിക്കാം start ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടും ഉണ്ടായിരിക്കും. പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ വ്യക്തിയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നത്. അത് ചിലപ്പോൾ പല പല situations ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിലേക്ക് third party situations ഒക്കെ കടന്നു വന്നിട്ടുണ്ടായിരിക്കാം. third party എന്ന് പറയുമ്പോൾ ഇവരുടെ ഈഗോയും ഒരു വശത്ത് ഉണ്ടായിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളുടെയൊക്കെ സാന്നിധ്യം. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ ഇവരുടെ ആ ഒരു മനസ്സ് നിങ്ങളിൽ നിന്ന് അകന്നകന്ന് പോയിട്ട് നിങ്ങളോടൊരു നീതിയില്ലാത്ത രീതിയിൽ ഇവർ പെരുമാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ hide ചെയ്തിട്ട് എന്നാൽ നിങ്ങൾ അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ചിലപ്പോൾ നിങ്ങളെ blame ചെയ്യുക. അവർ അങ്ങനെ ഒരു കാര്യമേ ചെയ്തിട്ടില്ല എന്നുള്ള രീതിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളോ കൊണ്ട് നിങ്ങളാണ് relationship ൽ കൂടുതലായിട്ട് issue ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഇങ്ങനെ എപ്പോഴും പുറകെ നടക്കുന്നത് കൊണ്ടാണ് അവർ അങ്ങനെ disturb ആകുന്നത് എന്നൊക്കെ പറഞ്ഞ് പല പല കാരണങ്ങൾ ഇല്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെയൊക്കെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ അവർക്ക് തന്നെ അതിനൊരു clarity എന്ന് പറയുമ്പോൾ നല്ല രീതിക്ക് ഒരു വ്യക്തത അവർക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ മനസ്സിലാക്കൽ വരുന്നത് കൊണ്ട് ഇവർ ഇവരുടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ ഒരു ജീവിതത്തെ തിരിച്ചു പിടിക്കാനായിട്ട് എത്രത്തോളം മുന്നോട്ടേക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും പകുതി വെച്ച് വീണ്ടും ഈ ഒരു ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഭയം ചിന്തകളൊക്കെ വരുമ്പോഴാണ് അവരുടെ കോൺഫിഡൻസ് ഒക്കെ കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടു പോകുന്നത്. അതോടൊപ്പം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഒരു ചേസിങ് എനർജി വന്നിട്ടുണ്ട്.
നിങ്ങളിപ്പോ ഏത് സിറ്റുവേഷനിലാണെന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോ നിങ്ങളിപ്പോ ഭയങ്കര ഓക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അത് അവരിൽ ഭയങ്കരമായ ഒരു ജലസ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഓക്കെ ആണെന്ന് അറിയുന്നതിൽ അവർക്ക് സന്തോഷം ഉണ്ടെങ്കിലും അവരിപ്പോ ഡൗൺ സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പൊ അവർക്ക് കുറച്ചൊരു ഈഗോ കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിലേക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇപ്പോഴും വേദനകളിലൂടെ തന്നെ ആയിരിക്കാം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ അതൊന്നും പുറത്തേക്ക് കാണിക്കുന്നുണ്ടാവില്ല. അപ്പൊ അവര് നോക്കുമ്പോൾ നിങ്ങൾ ഹാപ്പിയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം. നിങ്ങൾ ആരോടെങ്കിലും മിണ്ടുന്നതൊക്കെ കാണുമ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ ഇവരുടെ ഉള്ളിൽ വല്ലാത്തൊരു ജലസ് കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അതൊക്കെ അവരുടെ ഹൃദയം വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നിങ്ങളുടെ പേഴ്സണിൽ ഈ ഒരു സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ, നിങ്ങളൊരു സെൽഫ് ലവിലേക്കൊക്കെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാറ്റങ്ങൾ അവരുടെ എനർജിയെ നിങ്ങളിലേക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് വീണ്ടും അട്രാക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് ആ വന്നിരിക്കുന്നത്. വീണ്ടും നിങ്ങളിലേക്ക് ഒരു പ്രപ്പോസൽ ഒക്കെ ആയിട്ട് കടന്നു വരണം എന്നൊരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വരുന്നുണ്ട്. പക്ഷെ അവർ ഇമോഷൻസ് ഒന്നും പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നില്ല. ഇതെല്ലാം ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഈ ഒരു സാഹചര്യത്തെ പൂർണ്ണമായിട്ടും ബ്രേക്ക് ത്രൂ ചെയ്ത് നിങ്ങളിലേക്ക് എത്തുക. വളരെ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന സ്റ്റേജ് ആണെന്നുണ്ടെങ്കിലും ആഗ്രഹങ്ങൾ മനസ്സിൽ ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ വ്യക്തി ഈ ഒരു രീതിയിൽ നിങ്ങളെ വേദനിപ്പിച്ചൊക്കെ പോയവരാണെന്നുണ്ടെങ്കിൽ നീതി ദേവത നിങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അവർ പല രീതിയിൽ ആ ഒരു കർമ്മ ഫേസ് ചെയ്യാണ്. തിരിച്ചടി, ഇവിടെ കർമ്മ എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന തിരിച്ചടി, അതും മനസ്സമാധാനവും എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. മനസ്സമാധാനം മാത്രമായിരിക്കില്ല ചിലവരുടെ കേസിൽ അവർ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ആയിട്ട് നിൽക്കുന്ന സാഹചര്യം അതെന്താണോ, ഇപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും നിങ്ങളുടെ വ്യക്തിക്ക് എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യം അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയായിരിക്കും. ആ ഒരു കാര്യത്തിലാണ് അവർക്ക് തകർച്ച വന്നിരിക്കുന്നത്. അതാണ് അവരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. നിസ്സാരമായ ഒരു കാര്യങ്ങളിലൊന്നും കുലുങ്ങുന്ന ഒരു പേഴ്സൺ അല്ല ഇവര്. അപ്പൊ ഇവർ ഇത്രയും പെയിൻ അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും വീക്ക്നെസ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യത്തിലാണ് അവർക്ക് തകർച്ച വന്നിരിക്കുന്നത്. അത് നീതി ദേവത നിങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ചിലവരുടെ കമന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. കർമ്മ എന്ന് പറയുന്നത് ഉണ്ടോ, നിങ്ങളെ വേദനിപ്പിച്ചു പോയൊരു വ്യക്തി അതിനുള്ള കർമ്മ അനുഭവിക്കുമോ എന്നുള്ളത്. അതിനുള്ള ഒരു തെളിവ് തന്നെയാണ് ഈ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ മറന്നാലും കാലം അത് മറക്കുകയില്ല ഒരിക്കലും. ഒരു പക്ഷേ നിങ്ങൾ വേദനിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ആവണമെന്നില്ല ഈ ഒരു വ്യക്തിക്ക് തിരിച്ചടികളോ അല്ലെങ്കിൽ തിരിച്ചറിവ്, തിരിച്ചടി എന്നുള്ളതിനേക്കാൾ കൂടുതൽ തിരിച്ചറിവിന്റെ ഉൾവിളി, അതായത് ആ ഒരു കർമ്മയിലൂടെയുള്ള തിരിച്ചറിവ്, നിങ്ങളെ വേദനിപ്പിച്ചത് തെറ്റായിരുന്നു എന്നുള്ളത് സ്വയം മനസ്സിലാക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച അതേ പെയിനിലൂടെ മറ്റൊരു സാഹചര്യത്തിലൂടെ അവർ അനുഭവിക്കേണ്ടി വരുന്ന സ്റ്റേജ്, അത് നിങ്ങൾ വേദനിക്കുന്ന അവസ്ഥയിൽ തന്നെ അവർക്ക് ലഭിക്കണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റിലേക്ക് വരുന്ന സമയത്തായിരിക്കാം അങ്ങനെ ഒരു കാര്യം അവർക്ക് ലഭിക്കുന്നത്. അതിന്റെ അർത്ഥമാണ് നിങ്ങൾ മറന്നാലും കാലം മറക്കില്ല എന്നുള്ളത്. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിൽ ഇപ്പൊ നിങ്ങളിൽ നിന്ന് വേദനിപ്പിച്ച് പോയൊരു പേഴ്സൺ ഒരു പക്ഷേ കുറച്ച് നാളുകളായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പ്രെഡ് നിങ്ങൾക്ക് കുറച്ചുകൂടെ കണക്ട് ആവും. ഇനി അല്ല, ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മാറി പോയിട്ടേ ഉള്ളൂ, നിങ്ങൾ ഇങ്ങനെ ഒരു വേദനകളിലൂടെ അല്ലെങ്കിൽ ആ ഒരു ചതിയിൽ അകപ്പെട്ട് നിൽക്കുന്ന സ്റ്റേജ് ആണ്, ലേറ്റസ്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു പെയിൻ വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി മുന്നോട്ടേക്ക് അനുഭവിക്കാൻ പോകുന്ന ഒരു കാര്യങ്ങളായിട്ടും ഇതിനെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ വന്നിരിക്കുന്ന സ്പ്രെഡിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പൊ നമ്മൾ നോക്കിയത് നിങ്ങളുടെ പേഴ്സന്റെ അവസ്ഥ, സ്റ്റേജ്, അവർ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇവര് നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാധ്യത കൂടെ ഇവിടെ കാണുന്നുണ്ട്. കാരണം ഒരു ചേസിങ് എനർജി ആണെന്നുണ്ടെങ്കിലും ഇവിടെയാണെന്നുണ്ടെങ്കിലും ഇതൊരു പ്രപ്പോസൽ കാർഡാണ്, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അവർ again നിങ്ങളിലേക്ക് പ്രപ്പോസലുമായിട്ട് വരും. കാരണം ഈ ഒരു ബന്ധത്തിന്റെ സ്ട്രെങ്ത് വീണ്ടെടുക്കണം, അതുപോലെ അവരുടെ ജീവിതത്തിൽ ഒരു നീതി ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് അവർക്ക് കൂടിയേ തീരുകയുള്ളൂ. നിങ്ങളിലേക്ക് നീതി നടപ്പിലായാൽ മാത്രമാണ് അവർക്ക് നീതി ലഭിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് വന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഓവർ തിങ്കിങ് ചെയ്ത് ഒരുപാട് കുറ്റബോധം, അതിവരെ ഭയങ്കരമായിട്ട് പശ്ചാത്താപത്തിന്റെ ഒരു പാതയിലൂടെ കടന്നു പോകുന്നവർ തന്നെയാണ്. അപ്പൊ ആത്മാർത്ഥമായിട്ടൊരു കുറ്റബോധമോ കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. എത്രത്തോളം സ്വാർത്ഥത കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് അവരിൽ ഒരു കുറ്റബോധം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഹൈഡിങ് കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നീതിപൂർവമായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് നിങ്ങളോട് തുറന്നു പറയണം എന്നുള്ള ആഗ്രഹം.
കൂട്ടി പറയുക എന്നുള്ളതോ അല്ലെങ്കിൽ അവർ ആ ഒരു സെന്റിമെന്റ്സ് പിടിച്ചു വാങ്ങുക അങ്ങനെയല്ല. എല്ലാം നിങ്ങളോടൊന്ന് തുറന്ന് വ്യക്തതയോടുകൂടി പറയണം. നിങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും എല്ലാ സത്യങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണല്ലോ നിങ്ങൾ ചതി തിരിച്ചറിഞ്ഞ് നിൽക്കുന്നത്. പക്ഷെ അവരായിട്ട് നിങ്ങൾക്ക് പറയാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പൊ കുറച്ചധികം stuck ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം stuck ആവാനുള്ള reason എന്ന് പറയുന്നത് വല്ലാത്തൊരു ഭയം, അതുപോലെ ഭയങ്കരമായ ഒരു confusion stage, പിന്നെ ഒരുതരം depression അവസ്ഥ, അവർക്കൊരു clarity ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയാണത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഇവര് നിങ്ങളിലേക്ക് connect ആവാൻ സാധ്യതകളുണ്ട്. അപ്പൊ connect ആയിട്ട് അങ്ങനെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ life ലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഒരു communication കാര്യങ്ങളൊക്കെ നടത്തി നിങ്ങൾക്കൊരു വ്യക്തതയോട് കൂടി ഒരു ഉത്തരം കിട്ടുകയാണെങ്കിൽ മാത്രം, ഇപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ relationship എന്തായാലും വേണ്ട എന്നുള്ള stage ൽ നിൽക്കുന്നവരും ഉണ്ടായിരിക്കാം. വേദന കാര്യങ്ങളൊക്കെ അത്രയും തന്നിരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും സ്വീകരിക്കില്ല എന്നുള്ളൊരു strong decision എടുത്തിട്ടുണ്ടായിരിക്കാം. ഇനി അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ, കാരണം നിങ്ങളുടെ മനസ്സിന് മുറിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഈ ഒരു വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോഴും നിങ്ങൾക്ക് ഒരുപക്ഷെ പൂർണ്ണമായിട്ടും മറക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളും ഉണ്ടാകും. കാരണം നിങ്ങളുടെ മനസ്സിന്റെ കട്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര ഒരു bold ആയിട്ടുള്ള decision എടുക്കാനൊന്നും നിങ്ങൾക്ക് ഒരുപക്ഷെ കഴിയുന്നുണ്ടാവില്ല. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ അങ്ങനെയുള്ളവരും ഉണ്ടായിരിക്കും. മറ്റുള്ളവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കില്ല എന്നുള്ളതല്ല പറഞ്ഞത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് എനർജിയെ ബാലൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. എല്ലാവർക്കും ആ ഒരു കഴിവ് ഉണ്ടാവണമെന്നില്ല. അപ്പൊ അങ്ങനെ ഒരു എനർജിയെ ബാലൻസ് ചെയ്ത് ആ ഒരു സ്ട്രെങ്ത്തിലേക്ക് വരാനായിട്ട് ഒട്ടും പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇപ്പോഴേ ഓർത്ത് വെക്കുക. ഇവർ നിങ്ങളിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ ഒരു റീകൺസിലേഷനിലേക്ക് പോകാതെ നിങ്ങൾക്ക് നല്ലൊരു വ്യക്തത ക്ലാരിറ്റി ഒക്കെ കിട്ടും എന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു കാര്യത്തിലേക്ക് മുന്നോട്ടേക്ക് കടക്കുക. ഇവരിവിടെ ഈ ഒരു എനർജിയിൽ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന വ്യക്തികൾ എന്തായാലും ഒരു നീതി നൽകണം, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു forgiveness, നിങ്ങളിലേക്ക് ആ ഒരു തെറ്റിദ്ധാരണ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് അല്ലെങ്കിൽ അവർ ചെയ്തു പോയിരിക്കുന്ന തെറ്റുകളെല്ലാം പറഞ്ഞു തീർത്ത് ഒരു ക്ഷമാപണം നടത്താൻ തന്നെയാണ് എനർജി കാണിക്കുന്നത്. പക്ഷെ ഇത് general reading ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ resonate ആവണമെന്നില്ല. അപ്പൊ സാഹചര്യം അനുസരിച്ച് വേണം നിങ്ങൾ ആ ഒരു clarity കൊണ്ടുവരാനായിട്ട്. അത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. ഇവിടെ ഒരു മനസ്സമാധാനം ആണെന്നുണ്ടെങ്കിലും എല്ലാ രീതിയിലും നഷ്ടപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് സമാധാനം വേണം, അല്ലെങ്കിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് തന്റെ ജീവിതത്തെ എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ സമാധാനം അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് നീതി ലഭിക്കണം. അവർക്ക് നീതി ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് നീതി ലഭിക്കണം. okay, അപ്പൊ അങ്ങനെ ഒരു chain ആയിട്ടാണ് അവരുടെ സാഹചര്യം നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ചിന്തകൾ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു spread ൽ വന്നിരിക്കുന്ന person നിങ്ങളെ connect ചെയ്യും. പ്രത്യേകിച്ച് ഇവിടെ നമുക്ക് Knight of Cups ന്റെ energy proposal card കിട്ടിയിരിക്കുന്നത് കൊണ്ടിട്ട്. okay, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു reading ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു reading നിങ്ങൾക്ക് എത്ര പേർക്കാണ് resonate ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ ഒന്ന് comment ചെയ്ത് അറിയിക്കണം. അതുപോലെ ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിലും, അതുപോലെ ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും, പ്രത്യേകിച്ച് ആ ഒരു റീകൺസിലേഷൻ കാര്യങ്ങളൊക്കെ നടന്ന് സ്ട്രോങ് ബോണ്ടിങ് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ കമന്റ് ചെയ്യുകയും അതോടൊപ്പം എനർജിയെ ക്ലെയിം ചെയ്യുകയും ചെയ്യുക. അപ്പൊ ഇവിടെ നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് നൽകിയിരിക്കുന്ന ഒരു ഗൈഡൻസ് കൂടിയുണ്ട്. നിങ്ങൾ വളരെയധികം ലോ എനർജിയിൽ നിൽക്കുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ചതിയിലേക്ക് അകപ്പെടുക എന്ന് പറയുമ്പോൾ അത്രയും പെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പൂർണ്ണമായിട്ടും സ്വയം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ്. അത്രയും വിശ്വസിച്ച് സ്നേഹിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഒരു ചതി വരിക എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റണം എന്നില്ല പെട്ടെന്ന്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ആണെങ്കിൽ പോലും നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ സെൽഫ് ലവിലേക്ക് വരണം. കാരണം ഏത് സമയത്താണോ നിങ്ങൾ സ്വയം നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്നത്, ആ ഒരു സമയത്താണ് നിങ്ങളുടെ എനർജി മറ്റുള്ളവരെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യിക്കുന്നത്. അപ്പൊ ആ ഒരു ഡൗൺ സ്റ്റേജിൽ നിൽക്കാതെ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്ക് കുറച്ചൊരു വ്യത്യസ്തത കൊണ്ടുവരിക. അതുപോലെ എല്ലാ കാര്യങ്ങളോടും ഭയപ്പാടോട് കൂടിയുള്ള ഒരു സമീപനം നിങ്ങളുടെ എനർജിയിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റുക. കുറച്ച് ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. സാഹചര്യം തന്നെ ആയിരിക്കാം ആ ഒരു ഓവർ തിങ്കിങ്ങിലേക്ക് കൊണ്ടുപോകുന്നത് എങ്കിൽ പോലും നിങ്ങളുടെ എനർജി ഒന്ന് നിങ്ങൾ ക്ലെൻസ് ചെയ്തെടുക്കേണ്ട സമയമാണിത്. യൂണിവേഴ്സിനോട് കുറച്ചുകൂടെ നിങ്ങൾ അടുത്ത് നിൽക്കുക. ആ ഒരു സ്പിരിച്വൽ കണക്ഷനിലേക്ക് കുറച്ചുകൂടെ വരിക. കാരണം തീർച്ചയായും നിങ്ങൾക്ക് നീതി ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതിപ്പോ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും, കുറച്ച് നാളുകളായിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും, ഇപ്പൊ ഈ ഒരു സാഹചര്യം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും,
അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ഈ റീഡിങ്ങിന് പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ ഒന്നും നോക്കുന്നില്ല. നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ സിറ്റുവേഷൻ ഒക്കെ വെച്ച് നിങ്ങൾക്ക് ഇതിനെ കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.